ഇന്ന് നമ്മൾ ചോറിനൊപ്പം ഒഴിച്ചു കൂട്ടാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാടൻ സിമ്പിൾ കറിയാണ് റെഡിയാക്കുന്നത്. വാഴയ്ക്ക വെച്ചിട്ടാണ് ഈ ഒരു കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട് 2 വാഴയ്ക്കയാണ് ഉണ്ടാക്കുന്നത്. കുറഞ്ഞ അളവിലുള്ളതേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമ്മൾ സാധാരണ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന പച്ചക്കായ അതാണ് വേണ്ടത്. ആദ്യം ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ തൊലി കളഞ്ഞിട്ടുള്ളത് ഈ ഒരു രീതിയിലാണ്. ഒരു വാഴക്കയുടെ മുഴുവൻ തൊലിയും കളഞ്ഞിട്ടില്ല, കുറച്ച് ഭാഗമേ കളഞ്ഞിട്ടുള്ളൂ. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി നമുക്കിത് ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുക്കണം. മുറിച്ചെടുക്കുന്ന സമയത്ത് ഒരു വാഴക്ക ഒരു 3-4 പീസായിട്ട് ഇതുപോലെ മുറിച്ചതിന് ശേഷം പിന്നെ അത് പകുതിയാക്കിയിട്ട് ചെറിയ ചെറിയ പീസായിട്ട് നീളത്തിൽ കട്ട് ചെയ്യാണ് വേണ്ടത്. ഇനി ഇതുപോലെ അത്ര വലിയ പീസ് വേണ്ടാന്നുണ്ടെങ്കിൽ വാഴയ്ക്ക ഈ ഒരു രീതിയിൽ ചെറുതായിട്ട് മുറിച്ചിട്ട് നടുവ് മുറിച്ചിട്ട് ചെറിയ ചെറിയ നീളത്തിൽ ഉള്ള പീസാക്കി എടുത്താലും മതി. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം നന്നായിട്ട് തന്നെ മുറിച്ചെടുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇനി വാഴക്ക മുറിക്കുന്ന സമയത്ത് കയ്യിലൊക്കെ കറ പറ്റുന്ന പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ കയ്യിലാക്കി കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം ഒഴിവായി കിട്ടിക്കോളും. അപ്പോൾ വാഴയ്ക്കൊക്കെ മുറിച്ചെടുത്ത് കറി വെക്കാനുള്ള ചട്ടിയിലേക്ക് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യമായിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1 മുതൽ 1.5 വരെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് വേണമെങ്കിൽ മാറ്റം വരുത്താം. ഇനി കാന്താരി മുളക് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 4-5 കാന്താരി മുളക് ഒന്നങ്ങ് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക. നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇതില്ലെങ്കിൽ കുഴപ്പമില്ല, സാധാരണ പച്ചമുളക് 1-2 മുറിച്ചിട്ടാലും മതിയാകും. ഈ സമയത്ത് ഇതിലേക്കുള്ള ഉപ്പ് ചേർക്കുന്നില്ല. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വേവിച്ചെടുക്കണം. ഏകദേശം ഒരു 1.5 കപ്പ് വെള്ളം എന്തായാലും വേണ്ടി വരും. ഈ ഒഴിക്കുന്ന വെള്ളം വാഴയ്ക്കൊക്കെ വെന്ത് വരുമ്പോഴേക്കും ഗ്രേവിയൊക്കെ കുറേ വറ്റിയിട്ടുണ്ടാവും. അപ്പോൾ അത്യാവശ്യം ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 1.5 മുതൽ 2 കപ്പിൻ്റെ അടുത്ത് വെള്ളം ഒഴിച്ചിട്ട് വാഴയ്ക്ക വേവിച്ചെടുക്കുക. ഇനി ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസൊക്കെ ഓൺ ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അതൊരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. അങ്ങനെ ആവുന്ന സമയത്ത് വാഴയ്ക്ക അത്യാവശ്യമൊക്കെ ഒന്ന് വെന്ത് വരും. അതിനുശേഷം ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. വാഴയ്ക്ക ഏകദേശം ഒരു ഹാഫ് ഭാഗമായിട്ട് വെന്തിട്ടുണ്ട്, മുഴുവനായിട്ട് കുക്കായിട്ടില്ല. ഈ സമയത്ത് ഇതിലേക്കൊരു നാരങ്ങ വലിപ്പത്തിൽ വാളൻ പുളി എടുത്തിട്ട് സാമ്പാറിനൊക്കെ എടുക്കുന്ന പുളി കുറച്ച് നേരം വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് നല്ല പുളിയുടെ ചാറ് എടുക്കുക. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി പുളി ഒഴിക്കുന്ന സമയത്ത് ഓരോരുത്തർക്കും ചിലപ്പോൾ പുളി അത്രയ്ക്ക് വേണ്ടി വരില്ല. ഞാനിപ്പോൾ അത്യാവശ്യം ഒഴിക്കുന്നുണ്ട്, കാരണം നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉണക്കൽ മീനും കൂടെ ചേർത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം പുളി വേണം. അപ്പോൾ ഉണക്കൽ മീൻ ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വാഴയ്ക്കുള്ള പുളി മാത്രം മതിയാകും. ഈ സമയത്ത് തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഉപ്പ് നമ്മൾ ആദ്യം ചേർക്കാതിരുന്നത് വാഴയ്ക്കൊക്കെ ആവുന്ന സമയത്ത് ആദ്യമേ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ വെന്ത് കിട്ടാനായിട്ട് ഒരുപാട് സമയം വേണ്ടി വരും. അപ്പോൾ അത്യാവശ്യം വെന്തതിന് ശേഷം ഉപ്പ് ചേർക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം ഒഴിവായി കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഒരു 5-6 മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെക്കണം. കാരണം വാഴയ്ക്ക് അത്യാവശ്യം ഒന്നുകൂടെ വെന്ത് വരാനുണ്ട്. പിന്നെ പുളിയുടെ ടേസ്റ്റൊക്കെ മൊത്തത്തിലൊന്ന് പിടിച്ചു വരാനുണ്ട്. ഇതിന് വേവിക്കുന്ന സമയത്ത് വെള്ളം പോരാന്ന് തോന്നുകയാണെങ്കിൽ ഒരു ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. കാരണം അത്യാവശ്യം ഗ്രേവി ഇല്ലാന്നുണ്ടെങ്കിൽ വാഴയ്ക്ക വെന്ത് കഴിയുമ്പോഴേക്കും ഒട്ടും ഗ്രേവി ഇല്ലാതായി പോകും. ഈ ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് കഴിയുമ്പോഴേക്കും വാഴയ്ക്കൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഉണക്കൽ മീൻ ചേർക്കുന്നവർക്കാണെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ മാന്തളും അതുപോലെ തന്നെ ചെറിയ 2 പീസ് സ്രാവുമാണ് ചേർക്കുന്നത്. ഇതുപോലെ ചേർക്കണമെന്നില്ല, ഏത് മീനാണോ നമ്മൾ എടുക്കുന്നത് അത് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ മോൾക്ക് സ്രാവ് വേണ്ടതുകൊണ്ട് അതോടെ മിക്സ് ചെയ്ത് ചേർക്കുകയാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ മുള്ളൻ മീൻ അങ്ങനത്തെ മീനൊന്നും ചേർക്കാൻ പറ്റില്ല. ഈ മാന്തൾ അല്ലെങ്കിൽ അയില, മത്തി ആ ഒരു രീതിയിലുള്ള ഉണക്കൽ മീൻ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉണക്കമീൻ സാധാരണ നമ്മൾ വറുക്കാനൊക്കെ എടുക്കുന്ന പോലെ തന്നെ കുറച്ചധികം സമയം വെള്ളത്തിലിട്ട് അതിൻ്റെ ഉപ്പൊക്കെ കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ഇത്തിരി ഉപ്പ് ഇതിലുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, കറിയിലേക്ക് ആയതുകൊണ്ട് കറിയിൽ ഉപ്പിടുന്ന സമയത്ത് അതൊന്ന് ശ്രദ്ധിച്ച് ഉപ്പിട്ടാൽ മതിയാകും. അപ്പോൾ ഈ മീൻ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല. ഉണക്കമീൻ ആയതുകൊണ്ട് തന്നെ അത്രയ്ക്ക് സമയം വേണ്ടല്ലോ വെന്ത് കിട്ടാനായിട്ട്, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിക്കോളും. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മീനിട്ട് കഴിഞ്ഞ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു 2-3 മിനിറ്റ് ചെറിയ തീയിലൊന്ന് വെച്ച് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ മീനൊക്കെ വെന്ത് കിട്ടിക്കോളും. ഇപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള മീനും വാഴയ്ക്കൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഗ്രേവി എന്തായാലും വേണം. ഇനിയും ഒരുപാട് സമയം വറ്റിക്കേണ്ട, കാരണം ഒട്ടും ഗ്രേവി ഇല്ലാതെ വാഴയ്ക്ക മീനും മാത്രമായി പോകും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഗ്രേവി ഉള്ള സമയത്ത് തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യണം. ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്കൊരു 1-2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. കടുക് വറുക്കുന്നൊന്നുമില്ല. ഉണക്കൽ മീൻ ഇട്ട കറിയാകുമ്പോൾ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പില് ജസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുത്താൽ തന്നെ നല്ലൊരു നാടൻ ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഒരു 1-2 ടീസ്പൂൺ എന്തായാലും പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം.
പിന്നെ കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇത്തിരി കറിവേപ്പില കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മളെ കറി സെർവ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടുണ്ടാവും. ഈ കറിവേപ്പിലയും പച്ചവെളിച്ചെണ്ണയും ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടും. ഇത്രയേ ഉള്ളൂ ഇപ്പോൾ ഈ ഒരു വാഴക്ക മീൻ കറി എന്ന് പറയുന്നത്. പണ്ടത്തെ ആളുകളൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്നത് തന്നെയാണ്, ഒരുപാട് ആളുകൾ ഉണ്ടാക്കുന്നത് തന്നെയായിരിക്കും. എന്നാലും അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യാണ്. കാരണം തേങ്ങ ചേർത്തിട്ടുള്ള കറിയൊക്കെ എപ്പോഴും കഴിക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ടാവും. അങ്ങനത്തെവർക്കൊക്കെ ഏറ്റവും ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. പിന്നെയെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പെട്ടെന്നൊരു ചോറിനൊരു കറി ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണിത്. അപ്പോൾ മുൻപൊക്കെ പറഞ്ഞ പോലെ തന്നെ മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഈ ഒരു കറി നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്